ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സ്കോർ റെയിൽവേ മലയാളത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ RRB 2025 പരീക്ഷകളുടെ ഒരു കാലം വന്നിരിക്കുകയാണ് അല്ലെ. 2024 ഗ്രൂപ്പ് ഡി എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഏതാനും എക്സാംസ് ഒക്കെ ഷിഫ്റ്റുകളൊക്കെ ഓൾറെഡി കഴിഞ്ഞു. 2025 നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള പരീക്ഷകൾ ഡേറ്റ് ഓൾറെഡി ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഡിക്ലെയർ ചെയ്യാത്ത ഇനി ഏതാനും നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ള ഏതാനും ചില പരീക്ഷകൾ മാത്രമാണുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരീക്ഷയാണ് NTPC എക്സാം. അപ്പോൾ NTPC എക്സാമിന്റെ ഡേറ്റ് എന്നാണ് എന്ന് കുറച്ച് കുട്ടികൾ നമ്മുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു ധാരണ വരുത്താമെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ ആദ്യം നിങ്ങൾക്ക് ഇതുവരെ വന്നിട്ടുള്ള എക്സാമിനേഷന്റെ ഡേറ്റുകൾ ഒന്നുകൂടെ ഒന്ന് പറയാം. ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞ പോലെ 2024 വർഷത്തെ കലണ്ടർ പ്രകാരം ഗ്രൂപ്പ് ഡി എക്സാം ആണ് ഇനി കണ്ടക്ട് ചെയ്ത് തീർക്കാനുള്ളത്. പക്ഷെ ഇത് ഓൺഗോയിങ് ആണ്. ഗ്രൂപ്പ് ഡി എക്സാം ഇപ്പോൾ ഓൺഗോയിങ് ആണ്. ആ എക്സാം ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ഷിഫ്റ്റുകൾ ഓൾറെഡി കഴിഞ്ഞു. ഇനി 2025 കലണ്ടർ പ്രകാരം എക്സാമിനേഷന്റെ ഡേറ്റുകൾ വന്നിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ നോട്ടിഫിക്കേഷൻ ആയിട്ടുള്ള അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എക്സാമിന്റെ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് 16 മുതൽ 18 വരെയുള്ള ഫെബ്രുവരി മാസത്തിലെ 16-18 ദിവസങ്ങളിലായിട്ട് എക്സാം കണ്ടക്ട് ചെയ്യുന്നതാണ്. 16 മുതൽ 18 ദിവസങ്ങളിലായിട്ട്. ഇനി ടെക്നീഷ്യൻ പരീക്ഷ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഏത് വരും? ഗ്രേഡ് 1 പരീക്ഷ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഏത് പരീക്ഷ ഉണ്ടായിരിക്കും? ഗ്രേഡ് 3 എക്സാം ഉണ്ടായിരിക്കും. ഈ പരീക്ഷകൾ നടത്താനായിട്ട് കൊടുത്തിട്ടുള്ള ഡേറ്റ് ആണ് മാർച്ച് 5 മുതൽ മാർച്ച് 9 വരെ. മൂന്നാമത്തെ നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള പാരാമെഡിക്കൽ എക്സാമിന് 10 മുതൽ 12 വരെയുള്ള മാർച്ച് മാസത്തിൽ 10 മുതൽ 12 വരെയുള്ള ദിവസങ്ങളിലായിട്ട് പാരാമെഡിക്കൽ എക്സാം കണ്ടക്ട് ചെയ്യുമെന്ന് പറയുന്നു. ഇനി സെക്ഷൻ കൺട്രോളർ പരീക്ഷയാണെന്നുണ്ടെങ്കിലോ 11-12 ഫെബ്രുവരി 2026 കണ്ടക്ട് ചെയ്യുമെന്ന് പറയുന്നു. ജൂനിയർ എഞ്ചിനീയർ എക്സാം ആയിക്കോട്ടെ 19-20 ഫെബ്രുവരി മാസത്തിൽ കണ്ടക്ട് ചെയ്യുമെന്നും മാർച്ച് 3 കണ്ടക്ട് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ 5 നോട്ടിഫിക്കേഷൻസിന്റെ ഡേറ്റ് വ്യക്തമായിട്ട് RRB ഓൾറെഡി ഡേറ്റ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു. ഡേറ്റ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു. ഇത് പ്രകാരം എക്സാം കണ്ടക്ട് ചെയ്യാനുള്ള സാധ്യതയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇനി 2025 പെൻഡിങ് ആയിട്ട് കിടക്കുന്ന നോട്ടിഫിക്കേഷൻസ്, ഇതുവരെ വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻസിലെ അടുത്ത നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? സെൻട്രൽ എംപ്ലോയ്മെന്റ് നോട്ടീസ് 06/2025 എന്ന് പറയുന്ന പരീക്ഷ. നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ള പരീക്ഷയാണ്. ഇതിന്റെ പോസ്റ്റ് ഏതാണ്? NTPC നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി എക്സാം ഗ്രാജുവേറ്റ് ലെവൽ. രണ്ടാമത്തെ പരീക്ഷ എന്ന് പറയുന്നത് എന്താണ്? സെൻട്രൽ എംപ്ലോയ്മെന്റ് നോട്ടീസ് 07/2025. ഇതിന്റെ പരീക്ഷ ഏതാണ് വരുന്നത്? ഇത് NTPC അണ്ടർ ഗ്രാജുവേറ്റ്. ഏറ്റവും കൂടുതൽ കുട്ടികൾ എഴുതുന്ന ഈ വർഷത്തെ 2 പരീക്ഷകളാണ് NTPC ഗ്രാജുവേറ്റും NTPC അണ്ടർ ഗ്രാജുവേറ്റും. ബാക്കി 5 നോട്ടിഫിക്കേഷൻസിന്റെയും എക്സാമിനേഷന്റെ ഡേറ്റ് ഓൾറെഡി ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു. ഈ 2 പരീക്ഷകളുടെ ഡേറ്റുകൾ എന്നായിരിക്കും എന്നാണ് ഇനി കുട്ടികൾക്ക് അറിയാൻ താല്പര്യമുള്ളത്. അതിനാണ് പലരും പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ. അപ്പൊ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതിൽ ഏറ്റവും ലാസ്റ്റ് കണ്ടക്ട് ചെയ്യാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ടെന്റേറ്റീവ് ഡേറ്റ് പ്രകാരം ഏറ്റവും ലാസ്റ്റ് കണ്ടക്ട് ചെയ്യുന്ന പരീക്ഷ ഏതാണ്? പാരാമെഡിക്കൽ എക്സാം ആണ് അല്ലെ. പാരാമെഡിക്കൽ എക്സാമിന്റെ ഡേറ്റ് 10 മുതൽ 12 എന്ന് വെച്ചാൽ 10, 11, 12 മാർച്ച് മാസത്തിൽ അവരെന്ത് ചെയ്യുന്നു? കണ്ടക്ട് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. 10, 11, 12 ഡേറ്റുകളിലായിട്ട് മാർച്ച് മാസത്തിൽ പാരാമെഡിക്കൽ എക്സാം കണ്ടക്ട് ചെയ്ത് തീർക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ NTPC പരീക്ഷ എന്നായിരിക്കും. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, NTPC പരീക്ഷ മാർച്ച് 12 ശേഷമുള്ള ഏത് ദിവസം വേണമെങ്കിലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. എന്ന് പറഞ്ഞാൽ മാർച്ച് മാസത്തിൽ തന്നെ എക്സാമിന്റെ ഡേറ്റ് വരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇതിൽ കണ്ടക്ട് ചെയ്തിട്ടുള്ള പല പരീക്ഷകളുടെയും, ഇതിലിപ്പോൾ ഞാൻ നേരത്തെ ഡേറ്റ് കാണിച്ചിട്ടുള്ള പല പരീക്ഷകളുടെയും ഡേറ്റ് വന്നിട്ടുള്ളത് എക്സാമിനേഷന് ഏകദേശം ഒരു 30 ദിവസം മുന്നേ, 40 ദിവസം മുന്നേക്ക് ആയിട്ടാണ് എക്സാമിന്റെ ഡേറ്റ് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. ഏറ്റവും ആദ്യം വന്നത് സെക്ഷൻ കൺട്രോളറിന്റെ ഡേറ്റ് ആണ്. സെക്ഷൻ കൺട്രോളറിന്റെ ഡേറ്റ് നിങ്ങൾക്ക് ഇവിടെ നോക്കി കാണാനായിട്ട് സാധിക്കും. 19-20 ഫെബ്രുവരിയിലാണ് എന്തിന്റെ ഡേറ്റ് വന്നിരിക്കുന്നത്? 11-12 ഫെബ്രുവരിയിലാണ് എന്തിന്റെ ഡേറ്റ് വന്നിരിക്കുന്നത്? സെക്ഷൻ കൺട്രോളറിന്റെ ഡേറ്റ് വന്നിരിക്കുന്നത്. അത് 4ാമത്തെ നോട്ടിഫിക്കേഷൻ ആണ്. പക്ഷെ അതിന്റെ ഡേറ്റ് ആണ് ഏറ്റവും ആദ്യം വന്നത് അല്ലെ. അപ്പോ അത് ഈ പറഞ്ഞ പോലെ ഡിസംബർ 24 തീയതി ആയിട്ടാണ് അതിന്റെ ഡേറ്റ് ഏകദേശം വന്നിട്ടുള്ളത്. അപ്പൊ 2 മാസത്തിന് മുകളിൽ അതിന് എന്ത് കിട്ടിയിട്ടുണ്ട്? സമയം കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പൊ NTPC പരീക്ഷയുടെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ആ ഒരു കണക്കിന് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മാസം തന്നെ, ജനുവരി മാസത്തിൽ തന്നെ നമുക്ക് ഡേറ്റ് മിക്കവാറും പ്രതീക്ഷിക്കാം. ജനുവരി മാസത്തിൽ ഡേറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ മാർച്ച് മാസം എൻഡിലോടുകൂടെ പരീക്ഷ കണ്ടക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇനി ജനുവരി എൻഡിലോ അല്ലെങ്കിൽ ഫെബ്രുവരി ആദ്യമായിട്ടെങ്കിലും ഡേറ്റ് വരാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അപ്പൊ മാർച്ചിൽ പരീക്ഷ പ്രതീക്ഷിച്ച് പഠിക്കുക.
കാരണം ബാക്കി 5 നോട്ടിഫിക്കേഷനും അതിന്റെ ഡേറ്റുകളും ഓൾറെഡി വന്നു കഴിഞ്ഞു. ഇനി പെൻഡിങ് ഉള്ളത് ഈ പറയുന്ന NTPC ഗ്രാജുവേറ്റും NTPC അണ്ടർ ഗ്രാജുവേറ്റ് ലെവലുമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കാം. ഇനി ആദ്യമായിട്ട് NTPC പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികളാണ്, ആദ്യമായിട്ട് റെയിൽവേ പരീക്ഷകൾ എഴുതാൻ പോവാണ്, അതിൽ NTPC പരീക്ഷ നിങ്ങൾ ആദ്യമായിട്ട് എഴുതാൻ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം 2024 NTPC എക്സാം ഏകദേശം 15 മുതൽ 20 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സിലൂടെയാണ് എക്സാം കംപ്ലീറ്റ് ചെയ്തത്. എന്ന് പറഞ്ഞാൽ 15 ദിവസത്തോളം എക്സാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഗ്രൂപ്പ് ഡി എക്സാം എങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെയാണ് NTPC പരീക്ഷയും കണ്ടക്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു ദിവസത്തിൽ തന്നെ മൾട്ടിപ്പിൾ ഷിഫ്റ്റ് ഉണ്ടായിരിക്കും. അതിൽ ഏത് ഷിഫ്റ്റ് ആണോ നിങ്ങൾക്ക് എന്നുള്ളത് നിങ്ങൾ 10 ദിവസം മുന്നേ ആയിരിക്കും അറിയുന്നുണ്ടായിരിക്കും. നിങ്ങളുടെ എക്സാമിനേഷന്റെ ഡേറ്റ് 10 ദിവസം മുന്നേ ആയിരിക്കും അറിയുന്നുണ്ടാവുക. എക്സാമിന്റെ സെന്ററും 10 ദിവസം മുന്നേ മാത്രമായിരിക്കും നിങ്ങൾ അറിയുന്നുണ്ടായിരിക്കും. അപ്പോൾ മോസ്റ്റ് പ്രോബബ്ലി എക്സാം കണ്ടക്ട് ചെയ്യാനുള്ള സാധ്യത മാർച്ച് പകുതിക്ക് ശേഷമായിരിക്കണം. ആൻഡ് എക്സാമിന്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഏകദേശം 15 ദിവസം മുതൽ 20 ദിവസം വരെ നീണ്ടു നിൽക്കുന്നതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മുന്നിൽ ഇനി കഷ്ടി 2 മാസമാണ് പഠിക്കാനായിട്ട് ഉള്ളത് എന്നുള്ളത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി ഗ്രാജുവേറ്റ് എക്സാം ആയിരിക്കും ആദ്യം നടക്കാൻ സാധ്യത. കഴിഞ്ഞ വർഷം അങ്ങനെ തന്നെയായിരുന്നു. ജൂൺ മാസത്തിലാണ് ഗ്രാജുവേറ്റ് എക്സാം. ജൂൺ 5 മുതൽ ജൂൺ 20-25 വരെയാണ് ഏകദേശം ഗ്രാജുവേറ്റ് ലെവൽ എക്സാം കണ്ടക്ട് ചെയ്തിരുന്നത്. ഓഗസ്റ്റ് മാസത്തിലായിട്ടാണ് അണ്ടർ ഗ്രാജുവേറ്റ് എക്സാം കണ്ടക്ട് ചെയ്തിരുന്നത്. ഇപ്പോൾ ജൂൺ വരെ നീണ്ടു പോകേണ്ട ഒരു സാഹചര്യം നമുക്കില്ല. കാരണം ഓൾറെഡി അതിന് മുന്നേ ഉള്ള എല്ലാ നോട്ടിഫിക്കേഷൻസിന്റെയും ഡേറ്റ് വന്ന സ്ഥിതിക്ക് നമുക്ക് മാർച്ച് മാസത്തിൽ തന്നെ എക്സാം എക്സ്പെക്ട് ചെയ്യാം. ഗ്രാജുവേറ്റ് ലെവൽ എക്സാം ആയിരിക്കും ആദ്യം വരാനുള്ള സാധ്യത. ഇനി എന്ത് ചെയ്യണം? അടുത്ത എന്ത്? അപ്പോൾ എക്സാമിന്റെ ഡേറ്റ് മാർച്ച് മാസത്തിൽ വരാനുള്ള എല്ലാ സാധ്യതയും നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ഇനി എന്ത് ചെയ്യണം? നിങ്ങൾ ഇനി വ്യക്തമായിട്ടൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കണം. എത്ര ദിവസത്തെ? 2 മാസത്തെ ഒരു 60 ഡേയ്സ് പ്ലാൻ നിങ്ങൾ എത്രയും പെട്ടെന്ന് തയ്യാറെടുക്കുക. ആ പ്ലാനിലൂടെ ഒരു 70-ൽ പരം മാർക്കുകൾ ടയർ 1-ൽ റോ സ്കോർ ആയിട്ട് വാങ്ങിക്കാൻ അല്ലെങ്കിൽ വാങ്ങിക്കും വിധത്തിൽ നിങ്ങൾ സജ്ജരാക്കണം. നിങ്ങൾ തന്നെ നിങ്ങളെ പ്രാപ്തരാക്കി എടുക്കണം. 70-ൽ പരം മാർക്ക് വാങ്ങിച്ചെങ്കിൽ മാത്രമാണ് ടയർ 1 നിങ്ങൾ ഈസി ആയിട്ട് എല്ലാ പോസ്റ്റുകളും കടന്ന് ടയർ 2ലേക്ക് നിങ്ങൾ ക്വാളിഫൈ ആവുള്ളൂ. ഞാൻ ടയർ 1-ന്റെ കാര്യം മാത്രമാണ് പറയുന്നത്, ടയർ 2ന്റെ കാര്യമല്ല. അപ്പൊ ടയർ 1-ൽ ഒരു 70-ന് മുകളിലെങ്കിലും മാർക്ക് വാങ്ങിക്കാൻ നിങ്ങൾ തന്നെ സജ്ജരാക്കണം. അതിനൊരു 60 ദിവസത്തെ വ്യക്തമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? തയ്യാറെടുക്കണം. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 70 മാർക്ക് ആണ് നമ്മുടെ ടാർഗറ്റ് അല്ലെ, അല്ലെങ്കിൽ 70+ മാർക്കാണ് നിങ്ങളുടെ ടാർഗറ്റ് ആയിട്ട് നിങ്ങൾ വെക്കുന്നത്. ഇത്രയും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ 70 മാർക്ക് ഇല്ലാത്തവരൊന്നും കടക്കില്ല എന്നല്ല ഞാൻ പറയുന്നത്, ഇത്രയും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ടയർ 2 എക്സാമിന് ഏതെങ്കിലുമൊക്കെ പോസ്റ്റുകൾ ക്ലിയർ ചെയ്യാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അപ്പൊ 70-ൽ പരം മാർക്ക് നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ, റോ സ്കോർ ആണ് ഞാൻ പറയുന്നത്, അത്രയും വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്ത് ചെയ്യാം? ടയർ 2 എക്സാമിന് പഠിക്കാനായിട്ട് പറ്റും. അതിൽ കുറഞ്ഞ ഈ ബോർഡർ ലൈനിൽ നിൽക്കുന്ന കുട്ടികളുടെയൊക്കെ ഒരു പ്രശ്നം, അതായത് ഇപ്പൊ നിങ്ങൾക്ക് 50 മാർക്ക് അല്ലെങ്കിൽ 60 മാർക്ക് ഒക്കെയാണ് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കിട്ടുമോ കിട്ടില്ലേ എന്ന് ആലോചിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ കുറെ സമയം കളയും. ഇനി നിങ്ങളുടെ റോ സ്കോർ വന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ കട്ട് ഓഫ് ഡിക്ലെയർ ചെയ്ത് റിസൾട്ട് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് എക്സാമിന്റെ ഡേറ്റിനോ ഉള്ള സമയം വളരെ കുറവായിരിക്കും. അപ്പൊ അത്രയും സമയം നിങ്ങൾ കടക്കോ ഇല്ലയോ എന്നുള്ള കാര്യം ആലോചിച്ചുകൊണ്ട് എന്ത് ചെയ്യും? സമയം തള്ളി നീക്കും. കടക്കാൻ സാധ്യതയുള്ള കുട്ടികൾ പോലും എന്ത് ചെയ്യില്ല? പഠിക്കില്ല. ടയർ 2 നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകും. ടയർ 2 ആണ് നിങ്ങളുടെ റാങ്ക് നിശ്ചയിക്കുന്നത്. ടയർ 2 ആണ് നിങ്ങളെ ഫൈനൽ ലിസ്റ്റിലേക്ക് എത്തിക്കുന്നത് NTPCയുടെ അല്ലെ. അപ്പോൾ ടയർ 1-ൽ ഒരു 70+ മുകളിൽ മാർക്ക് വാങ്ങിക്കുക എന്നുള്ള ലക്ഷ്യബോധത്തോടു കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചേ പറ്റൂ. ഇനി ടയർ 1-ൽ ഈ 70+ മാർക്ക് വാങ്ങിക്കുക എന്ന് പറഞ്ഞു ഞാൻ അല്ലെ. എത്ര മാർക്കിനാണ് നിങ്ങളുടെ പരീക്ഷ വരുന്നത്? 100 മാർക്കിന്റെ പരീക്ഷയാണ് നിങ്ങൾക്ക് ഉള്ളത് അല്ലെ. അതിൽ 30 മാർക്കിന് നിങ്ങൾക്ക് എന്ത് പഠിക്കണം? മാത്സ് പഠിക്കണം. 30 മാർക്കിന് നിങ്ങൾക്ക് എന്ത് പഠിക്കണം? റീസണിങ് പഠിക്കണം. 40 മാർക്കിന് നിങ്ങൾക്ക് എന്ത് പഠിക്കണം? ജനറൽ അവയർനെസ് പഠിക്കണം. ഓക്കെ, ഈ 60 ദിവസം നിങ്ങളുടെ മുന്നിൽ ഇനി എത്ര ദിവസമാണുള്ളത്? 60 ദിവസമാണുള്ളത്. 60 ഡേയ്സ് ആണുള്ളത്. ഈ 60 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഈ ഇത്രയും മാർക്കിന്റെ സംഭവങ്ങളാണ് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. എത്രയാണ് നിങ്ങൾ ടാർഗറ്റ് വെക്കേണ്ടത്? 70-ന് മുകളിൽ. അത് എത്ര കിട്ടിയാലും നിങ്ങൾക്ക് നല്ലതാണ്. 70 മാർക്കെങ്കിലും ചുരുക്കിയത് വാങ്ങിക്കുന്ന രീതിയിൽ നിങ്ങളെ തന്നെ സജ്ജരാക്കണം. അഗൈൻ റോ സ്കോറിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഇനി 30 മാർക്ക് മാത്സ്, 30 മാർക്ക് റീസണിങ്, 40 മാർക്ക് GK ആണ് നിങ്ങളുടെ മുന്നിലുള്ളത്. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? കൂടുതൽ ഫോക്കസ് എന്തിനു കൊടുക്കണം? ഓഫ് കോഴ്സ് എന്തിനു കൊടുക്കണം? മാത്സ് പ്ലസ് റീസണിങ്ങിന് കൂടുതൽ ഫോക്കസ് കൊടുത്തുകൊണ്ട് സ്റ്റഡി പ്ലാൻ തയ്യാറാക്കുക. ഓക്കെ, എന്താ കാരണം? GK എന്ന് പറയുന്ന ഈ വിഷയത്തിന്റെ പ്രത്യേകത 40 മാർക്ക് ഉണ്ടെന്ന് അറിയാലോ. ഈ 40 മാർക്കിൽ 25 മാർക്ക് എന്തായിരിക്കും? സ്റ്റാറ്റിക് ആയിരിക്കും. മോസ്റ്റ് പ്രോബബ്ലി സ്റ്റാറ്റിക് ആയിരിക്കും. സ്റ്റാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് എന്തൊക്കെ വരാം? ഹിസ്റ്ററി വരാം, പൊളിറ്റി വരാം, ജോഗ്രഫി വരാം, എക്കോണമി വരാം, മറ്റ് സ്റ്റാറ്റിക് GK എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതല്ലാത്ത സംഭവങ്ങൾ വരുന്നുണ്ടല്ലോ. നമ്മുടെ ഈ പറഞ്ഞ പോലെ കൾച്ചർ അല്ലെ, ഡാൻസ്,
ക്ലാസിക്കൽ ഡാൻസ്, കൾച്ചർ, അങ്ങനെയുള്ള ഒട്ടനവധി സംഭവങ്ങൾ. കമ്പ്യൂട്ടർ, കഴിഞ്ഞ വർഷം കമ്പ്യൂട്ടറിൽ നിന്നും ചോദ്യങ്ങളുണ്ടായിരുന്നു. അപ്പൊ ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ, ഇതിനെല്ലാത്തിൽ നിന്നും ഏകദേശം ഒരു 25 മാർക്കിന്റെ ചോദ്യങ്ങളോ, ഈ ഓരോ വിഷയത്തിൽ നിന്ന് തന്നെ 5-5 ചോദ്യങ്ങൾ വെച്ച് കൂട്ടിയാൽ തന്നെ ഏകദേശം 25 മാർക്കോളായി. ബാക്കി 15 മാർക്കും വരുന്നത് എവിടെ നിന്നാണ്? കറണ്ട് അഫെയർ ടോപ്പിക്കിൽ നിന്നായിരിക്കും. കറണ്ട് അഫെയർ എന്ന് പറയുമ്പോൾ ഈ 15 മാർക്കിന് എന്തൊക്കെ വരാം? സ്പോർട്സ് വരാം, അവാർഡ്സ് വരാം, ഡിഫൻസ് വരാം, സ്കീംസ് വരാം, അപ്പോയിന്റ്മെന്റ്സ് വരാം, ബുക്സ് ആൻഡ് ഓതേഴ്സ് വരാം. കഴിഞ്ഞ ഒരു വർഷമായിട്ട് കറണ്ട് അഫെയറിൽ നിൽക്കുന്ന എന്ത് സംഭവങ്ങളും ഈ 15 മാർക്കിൽ നിന്ന് ചോദിക്കാം. വളരെ റാൻഡം ആണ്. അപ്പൊ ഇതിനകത്ത് നിന്ന് 40 മാർക്ക് വാങ്ങിക്കാനായിട്ട് നിങ്ങൾ എത്രത്തോളം എഫേർട്ട് ഇടേണ്ടി വരും എന്നുള്ളത് വളരെ വ്യക്തമാണ്, അല്ലെ? നല്ല രീതിയിൽ അത്ര എഫേർട്ട് ഇട്ടാൽ മാത്രമാണ് നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് ഈ 40 മാർക്കിൽ ചുരുങ്ങിയത് ഒരു 30 മാർക്ക് അല്ലെങ്കിൽ ഒരു 25 മാർക്കിന് മുകളിൽ നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് പറ്റുള്ളൂ, അല്ലെ? നേരെ മറിച്ച് മാത്സ് ആൻഡ് റീസണിങ് നിങ്ങൾ വ്യക്തമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനോടുകൂടെ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഈ 60 മാർക്കിൽ ചുരുങ്ങിയത് നിങ്ങൾക്ക് എത്ര മാർക്ക് വാങ്ങിക്കാം? 50 മാർക്കെങ്കിലും വാങ്ങിക്കാം. ഓക്കെ, അപ്പൊ മാത്സ് റീസണിങ് കൂടെ ഒരു 50 മാർക്കും ജനറൽ അവയർനെസ്സിൽ നിന്നും ഒരു 20 മാർക്കും വാങ്ങിക്കാൻ പറ്റിയാൽ നിങ്ങൾ സേഫ് സോണായി. ജനറൽ അവയർനെസ്സിൽ നിന്ന് 20 മാർക്ക് വാങ്ങിക്കാനായിട്ട് നിങ്ങൾക്ക് പഠിക്കേണ്ട വിഷയങ്ങൾ എന്താണ്? ഞാൻ പറയുകയാണെങ്കിൽ കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത് കമ്പ്യൂട്ടർ സിലബസ് കുറവാണ്. കൂടുതൽ വെയിറ്റേജ് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു, ഈ വർഷം നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ കഴിഞ്ഞ വർഷത്തെ ആസ്പദമാക്കിയിട്ടാണ് പറയുന്നത്. കഴിഞ്ഞ വർഷം ഒരു 4 മുതൽ 5 ചോദ്യങ്ങൾ വരെ കമ്പ്യൂട്ടർ എല്ലാ ഷിഫ്റ്റിലും ടയർ 1 ചോദിച്ചിരുന്നു. അപ്പോൾ കമ്പ്യൂട്ടർ കുറച്ച് സിലബസ് ആണുള്ളത്. അത് പഠിച്ചു കഴിഞ്ഞാൽ ആ 4 മാർക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ 4 മാർക്ക് നിങ്ങൾക്ക് ഒരു അസറ്റാണ്. ഈ 20 മാർക്കിലെ 4 മാർക്ക് നിങ്ങൾക്ക് കമ്പ്യൂട്ടറിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ ഒരു അസറ്റാണ്. കഴിഞ്ഞ വർഷത്തെ പോലെയാണ് ഞാൻ പറയുന്നത്. റിപ്പീറ്റ് ചെയ്ത് വരികയാണെന്ന് ചിലപ്പോൾ ഈ വർഷം കമ്പ്യൂട്ടറിൽ നിന്ന് ചോദ്യം തന്നെ ഉണ്ടായിക്കോണം നിർബന്ധമില്ല. നമ്മളൊരു സ്മാർട്ട് വർക്കിന്റെ കാര്യമാണ് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി രണ്ടാമത് ജോഗ്രഫി, പൊളിറ്റി പോലുള്ള വിഷയങ്ങൾ, പ്രത്യേകിച്ച് പൊളിറ്റി പോലുള്ള വിഷയം. പൊളിറ്റി ഈ പറഞ്ഞ പോലെ ആർട്ടിക്കിൾസ്, അമെൻമെന്റുകൾ, അങ്ങനെ വളരെ സ്പെസിഫിക് ആണ്, ലിമിറ്റഡ് ആണ് നിങ്ങളുടെ സിലബസ് എന്ന് പറയുന്നത്. ആ സിലബസിനകത്ത് വ്യക്തമായിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്തും ഒരു 3-4 മാർക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും. കറണ്ട് അഫയേഴ്സ് കൂടുതൽ ഫോക്കസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്തൊന്നും ഈ പറഞ്ഞ പോലെ ഒരു 4-5 മാർക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും. ഹിസ്റ്ററി, അതുപോലെ തന്നെ ജോഗ്രഫി, എക്കണോമിക്സിന്റെ എല്ലാം മാരത്തോൺ ക്ലാസ്സുകളും റിവിഷൻ ക്ലാസ്സുകളും കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും ശരിയാക്കുന്ന ഒരു പകുതി ചോദ്യങ്ങളായാലും നിങ്ങൾക്ക് കിട്ടാനായിട്ട് പറ്റും. അപ്പം 40-ൽ ഒരു 20-22 മാർക്കൊക്കെ വാങ്ങിക്കാനുള്ള പഠനം ഇതാണ്. ഒരു സ്മാർട്ട് വർക്കാണ് അതെന്ന് പറയുന്നത്, അല്ലെ? പക്ഷെ അപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം? മാത്സ് റീസണിങ് ചുരുങ്ങിയത് 50 മാർക്ക് വാങ്ങിക്കാനുള്ള പഠിത്തം നിങ്ങൾ പഠിച്ചിരിക്കണം. അത്രയും രീതിയിൽ നിങ്ങൾ അതിനെ പ്രാക്ടീസ് ചെയ്യണം. നിങ്ങളുടെ മുന്നിൽ 60 ദിവസമുണ്ട്. വ്യക്തമായിട്ട് ഈ രീതിയിൽ മാർക്ക് വാങ്ങിക്കുന്നതിന് വേണ്ടി ആ 60 ദിവസത്തെ ക്രമീകരിച്ച് ഒരു സ്റ്റഡി പ്ലാനുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? NTPC ടയർ 1 റിസൾട്ട് വരുന്ന സമയത്ത് 70-ൽ പരം റോ സ്കോർ ഉണ്ടാവുകയും നിങ്ങൾ ലിസ്റ്റിനകത്ത് വരാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ ഒരു സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക? പഠിക്കാൻ ആരംഭിക്കുക. ഇനി സ്കോർ ടീമിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് NTPC പരീക്ഷ ക്രാക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ NTPC ലോങ് ടേം ബാച്ച് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അതിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് 500 days വാലിഡിറ്റിയിലുള്ള കോഴ്സാണ്. നിങ്ങൾ കോഴ്സ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ 500 ദിവസത്തെ വാലിഡിറ്റിന്റെ ആയിരിക്കും. നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ് 2026 എക്സാം കലണ്ടർ വരെ വന്നു കഴിഞ്ഞു. അപ്പോൾ 2025 മാത്രമല്ല NTPC, 2026 NTPC ഉണ്ട്. ലോങ് ടേം NTPC ബാച്ച് താല്പര്യമുള്ള കുട്ടികൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്? ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഗൂഗിൾ ഫോം ഈ വീഡിയോയുടെ താഴെ നമ്മൾ കൊടുക്കുന്നുണ്ടായിരിക്കും. താല്പര്യമുള്ള കുട്ടികൾക്ക് എന്ത് ചെയ്യാം? ആ ഫോം ഫില്ല് ചെയ്ത് സ്കോർ ടീമിന്റെ ഭാഗമായിട്ട് റെയിൽവേയിൽ ഒരു ജോലി നേടാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എല്ലാവരും ഉഷാറായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.